എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം ഗോകുലം ഗോപാലൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അവർക്ക് എന്നോട് ചോദിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ചുമതല എനിക്കുണ്ട്. അതിപ്പോൾ നടന്നു കഴിഞ്ഞു. എത്ര മാത്രമേ എനിക്ക് പറയാം. ഇല്ല, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ അവർക്ക് ഡൗട്ട് തോന്നി, ഞാൻ എന്നോട് ചോദിച്ചു. അവർക്ക് അധികാരമുണ്ട്. എന്താ അല്ല, അത് നമുക്ക് പിന്നെ പറയാം. ഞാൻ കൂടുതൽ പറയാം. ഗോകുലം ഗോപാലൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. 5 മണിക്കൂറാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നത്. ചോദ്യം ചെയ്യൽ ആയിരുന്നു. രാവിലെ തന്നെ മാധ്യമങ്ങളോട് ഗോകുലം ഗോപാലൻ, മാതൃഭൂമി ന്യൂസിനോട് ഗോകുലം ഗോപാലൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുകയാണ്. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, ചോദ്യം ചെയ്യൽ കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ സംസാരിച്ചത്? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ED ഓഫീസിൽ നിന്ന് ഗോകുലം ഗോപാലൻ പുറത്തിറങ്ങിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ED ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ടെന്ന ചോദ്യത്തോട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ കണക്കുകൾ ബോധ്യപ്പെടുത്താൻ ഏജൻസിക്ക് തോന്നിയാൽ അവർ വിളിച്ചു വരുത്തും, അതുകൊണ്ട് താൻ വന്നിരിക്കുന്നു എന്നതാണ് ഗോകുലം ഗോപാലൻ മറുപടി നൽകിയത്. സിനിമയുമായി അല്ലെങ്കിൽ സിനിമയുടെ റിലീസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് അതേക്കുറിച്ച് താൻ പിന്നീട് പറയാമെന്ന മറുപടി നൽകിക്കൊണ്ടാണ് ഗോകുലം ഗോപാലൻ 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കൊച്ചിയിലെ ED ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഏതെങ്കിലും തരത്തിൽ വിളിച്ചു വരുത്തേണ്ടതുണ്ട് എന്ന് അന്വേഷണ ഏജൻസിക്ക് തോന്നിയാൽ അവർ വിളിച്ചു വരുത്തും, അതനുസരിച്ചാണ് താൻ ED ഓഫീസിലേക്ക് വന്നത്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. സിനിമയുമായി, എമ്പുരാൻ സിനിമയുമായി ഈ ചോദ്യം ചെയ്യലിന് EDയുടെ നടപടിക്ക് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് അതേക്കുറിച്ച് താൻ ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് പറയാം എന്ന മറുപടി നൽകിക്കൊണ്ടാണ് ഗോകുലം ഗോപാലൻ എന്തായാലും ED ഓഫീസിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തായാലും ചെന്നൈയിലെയും കൊടമ്പക്കത്തെയും ഒക്കെ വിശദമായ ചോദ്യം ചെയ്യലിനും പരിശോധനയ്ക്കും ശേഷം ഇതാ കൊച്ചിയിലെ ഓഫീസിലേക്ക് കൂടി വിളിച്ചു വരുത്തിയിരിക്കുന്നു. അത് 6 മണിക്കൂർ ആ ചോദ്യം ചെയ്യൽ നീണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വീണ്ടും വിളിപ്പിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തത വരും. എന്തായാലും ആ ചോദ്യം ചെയ്യൽ, ഇന്നത്തെ ചോദ്യം ചെയ്യൽ അത് പൂർത്തിയായിരിക്കുന്നു. കൂടുതൽ പ്രതികരിക്കാതെയാണ് ഗോകുലം ഗോപാലൻ മടങ്ങുകയും ചെയ്തത്.